ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ വരുവാൻ കർത്താവ് ഒരവസരം കൂടെ നൽകി തന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കേരളത്തിൻ്റെ ശുശ്രൂഷ ചെയ്ത് പൂനെയും അത് കഴിഞ്ഞിട്ട് മുംബൈയിൽ ശുശ്രൂഷയ്ക്കായി വരുവാൻ കർത്താവ് സഹായിച്ചു. ഇതുവരെ ശുശ്രൂഷകളിൽ കർത്താവ് സഹായിച്ചു. യാത്രയിൽ കർത്താവ് കൂടെ ഇരുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെ തൊട്ട് ഗുജറാത്തിൽ 2 സ്ഥലങ്ങളിൽ ശുശ്രൂഷയുണ്ട്. സോ നമ്മൾ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ശ്രദ്ധയ്ക്കായി യെശയ്യാ പ്രവചനം അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 5 മുതൽ 19-ാമത്തെ വാക്യം വരെ വായിക്കാം. ഐസയ്യാ ചാപ്റ്റർ 10 വേഴ്സ് 5 to 19. യെശയ്യാ പ്രവചനം അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 5 മുതൽ 19-ാമത്തെ വാക്യം വരെ നമുക്ക് വായിക്കാം. എന്റെ കോപത്തിന്റെ കോലായ അശ്ശൂരിന് അയ്യോ കഷ്ടം! അവരുടെ കയ്യിലെ വടി എന്റെ ക്രോധമാകുന്നു. ഞാൻ അവനെ അശുദ്ധമായൊരു ജാതിക്ക് നേരെ അയക്കും. എന്റെ ക്രോധം വഹിക്കുന്ന ജനത്തിന് വിരോധമായി ഞാൻ അവന് കൽപ്പന കൊടുക്കും. അവരെ കൊള്ളയിടുവാനും കവർച്ച ചെയ്യുവാനും തെരുവീതിയിലെ ചെളിയെപ്പോലെ ചവിട്ടിക്കളവാനും തന്നെ. അവനോ അങ്ങനെയല്ല നിരൂപിക്കുന്നത്, തന്റെ ഹൃദയത്തിൽ അങ്ങനെയല്ല വിചാരിക്കുന്നത്. നശിപ്പിപ്പാനും അനേകം ജാതികളെ ഛേദിച്ചു കളവാനും അത്രേ അവന്റെ താല്പര്യം. അവൻ പറയുന്നത്, എന്റെ പ്രഭുക്കന്മാരൊക്കെയും രാജാക്കന്മാരല്ലയോ? കൽനോ കർക്കെശീമിനെ പോലെയല്ലയോ? ഹമാത്ത് അർപ്പാദിനെ പോലെയല്ലയോ? ശമരിയ ദമ്മശേക്കിനെ പോലെയല്ലയോ? യെരുശലേമിലും ശമരിയയിലും ഉള്ളവയേക്കാൾ വിശേഷമായ ബിംബങ്ങൾ ഉണ്ടായിരുന്ന മിഥ്യാമൂർത്തികളുടെ രാജ്യങ്ങളെ എന്റെ കൈ എത്തിപ്പിടിച്ചിരിക്കെ ഞാൻ ശമരിയോടും അതിലെ മിഥ്യാമൂർത്തികളോടും ചെയ്തതുപോലെ ഞാൻ യെരുശലേമിനോടും അതിലെ വിഗ്രഹങ്ങളോടും ചെയ്യുകയില്ലയോ? അതുകൊണ്ട് കർത്താവ് സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും തന്റെ പ്രവൃത്തിയൊക്കെയും തീർത്ത ശേഷം ഞാൻ അശ്ശൂർ രാജാവിന്റെ അഹങ്കാരത്തിന്റെ ഫലത്തെയും അവന്റെ ഉന്നത ഭാവത്തിന്റെ മഹിമയെയും സന്ദർശിക്കും. എന്റെ കൈയുടെ ശക്തി കൊണ്ടും എന്റെ ജ്ഞാനം കൊണ്ടും ഞാൻ ഇത് ചെയ്തു. ഞാൻ ബുദ്ധിമാൻ. ഞാൻ ജാതികളുടെ അതിരുകളെ മാറ്റുകയും അവരുടെ ഭണ്ഡാരങ്ങളെ കവർന്നു കളയുകയും പരാക്രമിയെപ്പോലെ സിംഹാസനസ്ഥന്മാരെ താഴ്ത്തുകയും ചെയ്തിരിക്കുന്നു. എന്റെ കൈ ജാതികളുടെ ധനത്തെ ഒരു പക്ഷിക്കൂടിനെ പോലെ എത്തിപ്പിടിച്ചു. ഉപേക്ഷിച്ചു കളഞ്ഞ മുട്ടകളെ ശേഖരിക്കുന്നത് പോലെ ഞാൻ സർവ്വഭൂമിയെയും കൂട്ടിച്ചേർത്തു. ചിറക് അനക്കുകയോ ചുണ്ടു തുറക്കുകയോ ചിലയ്ക്കുകയോ ചെയ്യുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് അവൻ പറയുന്നുവല്ലോ. വെട്ടുന്നവനോട് കോടാലി വമ്പു പറയുമോ? വലിക്കുന്നവനോട് ഈർച്ചവാൾ വലിപ്പം കാട്ടുമോ? അതോ പിടിക്കുന്നവനെ വടി പൊക്കുന്നത് പോലെയും മരമല്ലാത്തവനെ കോൽ പൊന്തിക്കുന്നത് പോലെയും ആകുന്നു. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അവന്റെ പുഷ്ടന്മാരുടെ ഇടയിൽ ക്ഷയം അയക്കും. അവന്റെ മഹത്വത്തിൻ കീഴെ തീ കത്തും പോലെ ഒന്ന് കത്തും. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. അവൻ അവന്റെ കാട്ടിന്റെയും തോട്ടത്തിന്റെയും മഹത്വത്തെ ദേഹവുമായി നശിപ്പിക്കും. അത് ഒരു രോഗി ക്ഷയിച്ചു പോകുന്നത് പോലെ ഇരിക്കും. അവന്റെ കാട്ടിൽ ശേഷിച്ചിരിക്കുന്ന വൃക്ഷങ്ങൾ ചുരുക്കമായിരിക്കും. ഒരു ബാലന് അവയെ എണ്ണി എഴുതാം. ഇവിടെ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാൻ പോകുന്ന വിഷയം കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചതാ. യെശയ്യാ 9-ാമത്തെ അധ്യായത്തിൻ്റെ 8 മുതൽ 10-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വരെ 4 കാര്യങ്ങൾ സർവശക്തനായ ദൈവം ഇസ്രായേലിൻ്റെ വിരോധം പറയുന്നുണ്ട്. അവരുടെ അകത്ത് നിഗളം വന്നു. അവരെ നേതൃത്വം കൊടുക്കുന്നവരുടെ ബലഹീനത, അവരുടെ കുരുട ബുദ്ധി, കള്ളപ്രവാചകന്റെ സ്വഭാവം, അതുകൂടാതെ അവർ സ്വയത്തിനു വേണ്ടി ജീവിക്കുന്നവരാ, മറ്റവരോട് അനീതി കാണിക്കുന്ന ഇത് തൻ്റെ ജനം ഇസ്രായേലിന്റെ വിരോധം സർവശക്തന് പറയാനുള്ളത്. അതുകൊണ്ടാ 10-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അവന്റെ കോപം. വായിച്ചാട്ട് 10:4 ഒടുവിലത്തെ ഭാഗം. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. 4 പ്രാവശ്യം ദൈവാത്മാവ് പറയുന്നുണ്ട്. അവന്റെ കോപം അടങ്ങത്തില്ല, അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. സോ ഇത് ഇസ്രായേൽ മക്കളുടെ കുറിച്ച് ദൈവം പറഞ്ഞു കഴിഞ്ഞിട്ട് 5-ാമത്തെ വാക്യം തൊട്ട്
ദൈവം തൻ്റെ പ്രവാചകൻ മുഖാന്തരം അസൂരികളോട് അവരോടായി ഇനി സംസാരിക്കുന്നത്. അതിൻ്റെ 5-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. എന്റെ കോപത്തിന്റെ കോലായ അശൂരിന്, എൻ്റെ കോപത്തിൻ്റെ കോലായ അശൂരിന് അയ്യോ കഷ്ടം. അയ്യോ കഷ്ടം. അടുത്തത്, അവരുടെ കയ്യിലെ വടി ഉം. എന്റെ ക്രോധമാകുന്നു. അവരുടെ കയ്യിലുള്ള വടി എൻ്റെ ക്രോധമായിരിക്കുന്നു. എൻ്റെ കോലായിരിക്കുന്ന അശൂർ. ശ്രദ്ധിക്കണം, ദൈവാത്മാവ് എങ്ങനെയാ സംസാരിക്കുന്നത്? അശൂരികളോടാ സംസാരിക്കുന്നത്. എൻ്റെ കോലായ അശൂർ. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കയ്യിൽ എടുത്തേക്കുന്ന കോല് പറഞ്ഞാൽ അശൂര. അവരുടെ കയ്യിലുള്ള വടി ദൈവത്തിൻ്റെ ക്രോധം. ആരുടെ പുറത്ത്? തൻ്റെ ജനം ഇസ്രായേലിൻ്റെ വിരോധം ദൈവത്തിൻ്റെ കോപമാ അശൂരികളുടെ കയ്യിലുള്ള വടി. അവരെ ദൈവം തൻ്റെ ജനത്തിൻ്റെ വിരോധം അയക്കുന്നത് കാരണം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലുണ്ടല്ലോ, ഞാൻ അവനെ അശുദ്ധമായൊരു ജാതിക്ക് നേരെ അയക്കും. അശുദ്ധമായ ഒരു ജാതി, ഇംഗ്ലീഷിലാണ് കപടമായ ഒരു ജാതി. അത് ജാതി പറഞ്ഞാൽ തൻ്റെ ജനം ഇസ്രായേൽ, യാക്കോബിന്റെ ഗ്രഹം എഫ്രൈം. അടുത്തത്, എന്റെ ക്രോധം വഹിക്കുന്ന ജനത്തിന് ആ. വിരോധമായി ഞാൻ അവന് കൽപ്പന കൊടുക്കും. ഞാൻ കൽപ്പന കൊടുക്കും. എൻ്റെ ജനത്തിന്റെ വിരോധമാ ഞാൻ ഇവന് കൽപ്പന കൊടുക്കുന്നത്. അടുത്തത്, അവരെ കൊള്ളയിടുവാനും അവരെ കൊള്ളയിടുവാനും കവർച്ച ചെയ്യുവാനും തെരുവീതിയിലെ ചെളിയെ പോലെ ചവിട്ടിക്കളവാനും തന്നെ. ചെളിയെ പോലെ ചവിട്ടിക്കളയാനാ ഞാൻ ഇവരെ കൊണ്ടുവരുന്നത്. നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ ശ്രദ്ധിച്ചല്ലോ, മാഹേർ ഷാലാൽ ഹസ്ബസ്. ഞാൻ ആ അസൂരികളെ കൊണ്ടുവരുന്നത്. പക്ഷേ ഇനിയും 7-ാമത്തെ വാക്യം, അവനോ അങ്ങനെയല്ല നിരൂപിക്കുന്നത്. പക്ഷേ ഈ അസൂരികൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ച് നമ്മൾ വചനം ധ്യാനിക്കണം. ദൈവാത്മാവ് എൻ്റെ ആഴം നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. ഇവൻ എൻ്റെ കയ്യിലെ കോല് വടിയാ. എൻ്റെ കോപം എൻ്റെ ജനത്തിൻ്റെ വിരോധമാ. ഞാൻ കൊണ്ടുവരിക. എൻ്റെ ജനത്തെ കുറെ കാര്യങ്ങൾ പഠിപ്പിക്കണം. അവർ കപടഭക്തിക്കാരാ. അവരോട് എത്ര പറഞ്ഞാലും അവരുടെ വഴിയിൽ നിന്ന് പിന്മാറാൻ, അവരുടെ നടപ്പൊന്ന് ക്രമീകരിക്കുവാൻ അവർക്ക് മനസ്സില്ല. ഞാനാ ഇവരെ കൊണ്ടുവരുന്നത്. പക്ഷേ അസൂരി അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അവന്റെ ചിന്ത വേറെയാ. അവൻ ചിന്തിക്കുന്നേ, അവന് ചെയ്യാവുന്നത് എല്ലാം അവന് ചെയ്യാം. അതാ അവൻ ചിന്തിക്കുന്നത്. അവന്റെ പദ്ധതികൾ അവന് നിവർത്തിക്കാം. അവൻ പരമാധികാരി. അതാ അസൂരിയുടെ ചിന്ത. അവൻ മനസ്സിലാക്കുന്നില്ല അവന്റെ മീതെ ഒരുവനുണ്ട്. അവൻ ചിന്തിക്കുന്ന അവൻ തന്നെയാ എല്ലാം ചെയ്യുന്നത്. അല്ല, അയ്യോ കഷ്ടം. അസൂരികളോട് ദൈവാത്മാവ് പറയുന്നേ, അയ്യോ കഷ്ടം. നിന്റെ മനസ്സിലുള്ളത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നീ പറയുന്നതൊക്കെ നിഗളം കാരണം നീ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വായിച്ചേ അതിന്റെ 7-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. അവനോ അങ്ങനെയല്ല നിരൂപിക്കുന്നത്. അവന്റെ നിരൂപണം വേറെയാ. തന്റെ ഹൃദയത്തിൽ അങ്ങനെയല്ല വിചാരിക്കുന്നത്. അവൻ അങ്ങനെയല്ല വിചാരിക്കുന്നത്. നശിപ്പിപ്പാനും അനേകം ജാതികളെ ഛേദിച്ചു കളവാനും അത്രേ അവന്റെ താല്പര്യം. അനേക ജാതികളെ ഛേദിച്ചു കളയുവാനാ അവന്റെ താല്പര്യം. അവൻ ചിന്തിക്കുന്നേ, എനിക്ക് ഇവരെ എല്ലാം തകർക്കണം, എല്ലാരെയും നശിപ്പിക്കണം. പക്ഷെ അവൻ മനസ്സിലാക്കുന്നില്ല, ഇതെല്ലാം ചെയ്യുവാൻ, തൻ്റെ ജനത്തിൻ്റെ വിരോധം വരാൻ അവൻ്റെ കഴിവല്ല. ഒരുവൻ മീതെ ഇരുന്ന് ഇവനെ വടിയായിട്ട് അഭിയോഗിക്കുന്നത്. നിഗളം നിറഞ്ഞ എന്തുവാ പറയുന്നത്? അതിൻ്റെ 8 തൊട്ട് വായിച്ചേ.
അവൻ പറയുന്നത്, അവൻ പറയുന്നത്, എന്റെ പ്രഭുക്കന്മാരൊക്കെയും രാജാക്കന്മാരല്ലയോ? അവന്റെ പ്രഭുക്കന്മാർ രാജാക്കന്മാരല്ലയോ? അതേ, അവൻ ആ നിഗളം വന്നു. അവൻ കുറെ രാജ്യങ്ങളെ പിടിച്ചെടുത്തു. അവിടുത്തെ രാജാക്കന്മാരെ ഇവൻ പ്രഭുക്കന്മാരാക്കി തീർത്തു. അതുകൊണ്ട് നിഗളം കൊണ്ട് പറയുന്ന, എൻ്റെ പ്രഭുക്കന്മാരെല്ലാം രാജാക്കന്മാരല്ലയോ? സത്യമാ, നീ പറയുന്നത് സത്യമാ. പക്ഷെ നീ നിഗളം നിറഞ്ഞാ പറയുന്നത്. അടുത്തത്, കൽനോ കർക്കെമീശിനെ പോലെയല്ലയോ? ഹമാത്ത് അർപ്പാദിനെ പോലെയല്ലയോ? ശമര്യ ദമ്മശേക്കിനെ പോലെയല്ലയോ? സമറിയ ദമിശേക്കിനെ പോലെ അല്ലയോ? യെരുശലേമിലും ശമര്യയിലും ഉള്ളവയേക്കാൾ വിശേഷമായ ബിംബങ്ങൾ ഉണ്ടായിരുന്ന മിഥ്യാമൂർത്തികളുടെ രാജ്യങ്ങളെ എന്റെ കൈ എത്തിപ്പിടിച്ചിരിക്കെ, എന്റെ കയ്യിൽ ഞാൻ അവരെ എല്ലാം പിടിച്ചെടുക്കേ, ഞാൻ ശമരിയോടും അതിലെ മിഥ്യാമൂർത്തികളോടും ചെയ്തതുപോലെ ഞാൻ യെരുശലേമിനോടും അതിലെ വിഗ്രഹങ്ങളോടും ചെയ്യുകയില്ലയോ? ഞാൻ സമറിയനോട് ചെയ്ത പോൽ തന്നെ ഞാൻ യെരുശലേമിനോടും ചെയ്യുകയില്ലയോ? അസൂരി, നീ എന്തുവാ ചിന്തിച്ചേക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് അസുരികളോട് മാത്രമല്ല, ഇന്നും ദൈവസഭയുടെ വിരോധമായി വരുന്ന ദൈവസഭയുടെ ശത്രുക്കളോട് ദൈവാത്മാവ് സ്പഷ്ടമായി പറയുക. നമ്മൾ ചിലപ്പം ഇതെല്ലാം കണ്ട് ഭാരപ്പെടും. ദൈവസഭയെ പീഡിപ്പിക്കുവാൻ ദൈവം അനുവാദം കൊടുത്തില്ലെങ്കിൽ ശത്രുവിന് പീഡിപ്പിക്കാൻ കഴിയുമോ? ദൈവസഭയുടെ വിഷയമാ. ഇവിടെ ഇസ്രായേലികൾ കപടഭക്തിക്കാർ, അശുദ്ധരായി, അവരെ ക്രമപ്പെടുത്താൻ വേണ്ടി അസൂരികളെ ദൈവം കയ്യിലെടുത്തു. ദൈവം തന്നെ ഇല്ലയോ ദൈവസഭയെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കാൻ വേണ്ടി ദൈവം വിരോധത്തിൽ ആൾക്കാരെ എഴുന്നേൽപ്പിക്കുന്നത്? തകർക്കാനല്ല, ശുദ്ധീകരിക്കാനാ. നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത്? സർവശക്തൻ അശൂരികളോട് പറയുന്നത് ഒന്ന് ധ്യാനിച്ചാൽ, നമ്മുടെ കർത്താവിൻ്റെ ആ സ്വഭാവം ഒന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ഭയമെല്ലാം മാറും. ഇവിടെ പറയുന്നത്, അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അതുകൊണ്ട് കർത്താവ് സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും തന്റെ പ്രവൃത്തിയൊക്കെയും തീർത്ത ശേഷം ഞാൻ അശൂർ രാജാവിന്റെ അഹങ്കാരത്തിന്റെ ഫലത്തെയും അവന്റെ ഉന്നത ഭാവത്തിന്റെ മഹിമയെയും സന്ദർശിക്കും. ഒന്നുകൂടെ വായിച്ചേ ആ ഭാഗം. അതുകൊണ്ട് കർത്താവ്, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു എന്റെ മനസ്സിലുള്ളതെല്ലാം. നിഗളം നിറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിന്റെ നിരൂപണങ്ങളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ആദ്യമേ വായിച്ചേ 12. അതുകൊണ്ട് കർത്താവ് സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും തന്റെ പ്രവൃത്തിയൊക്കെയും തീർത്ത ശേഷം, എന്റെ പ്രവൃത്തി ഒന്ന് തീർത്ത ശേഷം, എനിക്ക് ഒരു പ്രവൃത്തി തീർക്കാനുണ്ട്. എൻ്റെ ജനത്തിൻ്റെ വിഷയത്തിൽ ഞാൻ എൻ്റെ പ്രവൃത്തി ഒന്ന് തീർത്തിട്ട് ഞാൻ ഇനി നിന്നെ ആയിരിക്കും ക്രമത്തിൽ കൊണ്ടുവരുന്നത്. നിന്റെ നിരൂപണങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ നിനക്ക് വാതിൽ തുറന്ന് എൻ്റെ ജനത്തിൻ്റെ വിരോധം വരുവാൻ അനുവാദം തന്നത് കാരണം എനിക്ക് ചില കാര്യങ്ങൾ ഇവിടെ ചെയ്തെടുക്കാനുണ്ട്. ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നിന്നോട് ഞാൻ ഇടപെടാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രതികൂലം, പ്രശ്നവും പ്രയാസം അനുവദിക്കുന്നത് ചില കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ട്. എന്നെ തെരഞ്ഞെടുത്തതാ. നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ഭാരപ്പെടാറുണ്ട്. നമ്മൾ ഓർക്കുന്നത് ദൈവം സാത്താൻ്റെ കയ്യിൽ നമ്മളെ വിട്ടുകൊടുത്തതാ. എൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് തെറ്റിനു വേണ്ടി ദൈവം എന്നെ കൈവിട്ടതാ. നമ്മൾ പിറുപിറുക്കാൻ തുടങ്ങും. നമ്മുടെ മനസ്സിൽ സംശയങ്ങൾ വരും. ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്ന മുമ്പേ ഇല്ലയോ നമ്മളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തത്?
കൈവിടുമോ? തൻ്റെ ജനത്തെ ത്യജിക്കുമോ കർത്താവ്? ഞാൻ അവൻ്റെ ആലയമല്ലയോ? എന്നെ അടിച്ചാലും എന്നെ കൈവിടുകയില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്, കാരണം വായിച്ചേ ആവർത്തന പുസ്തകം 30:5-7 വരെ. ഡ്യൂട്രോണമി ചാപ്റ്റർ 30 വേഴ്സ് 5-7. ആവർത്തന പുസ്തകം 30-ാം 5 മുതൽ 7 വരെ. നിന്റെ പിതാക്കന്മാർക്ക് കൈവശമായിരുന്ന ദേശത്തേക്ക് നിന്റെ ദൈവമായ യഹോവ നിന്നെ കൊണ്ടുവരും. നീ അത് കൈവശമാക്കും. അവൻ നിനക്ക് ഗുണം ചെയ്ത് നിന്റെ പിതാക്കന്മാരെക്കാൾ നിന്നെ വർദ്ധിപ്പിക്കും. ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. ഈ ശാപങ്ങളൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്റെ ശത്രുക്കളുടെ മേലും നിന്നെ പകച്ച് ഉപദ്രവിക്കുന്നവരുടെ മേലും വരുത്തും. അവിടെ ദൈവം തൻ്റെ ജനത്തോട് പറയുക, ഞാൻ നിങ്ങളെ സ്നേഹിക്കും, അനുഗ്രഹിക്കും, നിനക്ക് നന്മ ചെയ്യും. ഈ ശാപങ്ങളെല്ലാം നിന്റെ ശത്രുക്കളുടെ പുറത്തിടും. ഇതാ ദൈവവും തൻ്റെ ജനം തമ്മിലുള്ള ബന്ധം. ശത്രു ചിന്തിച്ചേക്കുന്നത്, ശത്രുവിന് ഈ ബന്ധത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. അവൻ ചിന്തിച്ചേക്കുന്നത്, എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യാന്നേ. ദൈവ പൈതലുടെ വിരോധം ശത്രു വരുമ്പോൾ അവന്റെ ചിന്ത, എനിക്ക് തോന്നിയതുപോലെ ചെയ്യാം. ഒക്കത്തില്ല. ദൈവസഭയുടെ വിരോധം നീ എത്ര സൂത്രമുണ്ടാക്കിയാലും, നീ എത്ര പദ്ധതി ഉണ്ടാക്കിയാലും, നീ ഒരിക്കലും നിന്റെ നിരൂപണങ്ങൾ അത് പൂർത്തീകരിക്കുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. വായിച്ച അടുത്ത ഒരു വാക്യം യെശയ്യാവ് 14:1-2. ഐസയ 14:1-2. യെശയ്യാവ് 14:1-2. യഹോവ യാക്കോബിനോട് മനസ്സലിഞ്ഞ് ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് സ്വദേശത്ത് അവരെ പാർപ്പിക്കും. അവരെ സ്വദേശത്തിൽ പാർപ്പിക്കും. അന്യജാതിക്കാരും അവരോട് യോജിച്ച് യാക്കോബ് ഗൃഹത്തോട് ചേർന്നുകൊള്ളും. ജാതികൾ അവരെ കൂട്ടി അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഇസ്രായേൽ ഗൃഹം അവരെ യഹോവയുടെ ദേശത്ത് ദാസന്മാരായും ദാസിമാരായും അടക്കിക്കൊള്ളും. തങ്ങളെ ബദ്ധരാക്കിയവരെ അവർ ബദ്ധന്മാരാക്കുകയും തങ്ങളെ പീഡിപ്പിച്ചവരെ വാഴുകയും ചെയ്യും. തന്റെ ജനത്തോട് ദൈവം മനസ്സലിയും. അസൂരികളെ അയ്യോ കഷ്ടം. അടുത്തത് യോയേൽ 3-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 8 വരെ. ജോയൽ ചാപ്റ്റർ 3 വേഴ്സ് 1-8. യോയേൽ 3-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെ. ഞാൻ യഹൂദായുടെയും യെരുശലേമിന്റെയും സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കുകയും എന്റെ ജനനിമിത്തവും എന്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കുകയും ചെയ്യും. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് എന്റെ ദേശത്തെ വിഭാഗിച്ചു കളഞ്ഞുവല്ലോ. അവർ എന്റെ ജനത്തിന് ചീട്ടിട്ട് ഒരു ബാലനെ ഒരു വേശ്യയ്ക്ക് വേണ്ടി കൊടുക്കുകയും ഒരു ബാലയെ വിറ്റു വീഞ്ഞു കുടിക്കുകയും ചെയ്തു. സോരും സീദോനും സകല ഫെലിസ്ത്യ പ്രദേശങ്ങളുമായുള്ളവേ, നിങ്ങൾക്ക് എന്നോട് എന്ത് കാര്യം? നിങ്ങളോട് ചെയ്തതിന് നിങ്ങൾ എനിക്ക് പകരം ചെയ്യുമോ? അല്ല, നിങ്ങൾ എന്നോട് വല്ലതും ചെയ്യുന്നുവെങ്കിൽ ഞാൻ വേഗമായും ശീഘ്രമായും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തും. നിങ്ങൾ എൻ്റെ വെള്ളിയും പൊന്നും എടുത്ത് എൻ്റെ അതിമനോഹര വസ്തുക്കൾ നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി യഹൂദ്യരെയും യെരുശലേമ്യരെയും അവരുടെ അതിരുകളിൽ നിന്ന് ദൂരത്ത് അകറ്റുവാൻ തക്കവണ്ണം നിങ്ങൾ അവരെ യവനന്മാർക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ നിങ്ങൾ അവരെ വിറ്റുകളഞ്ഞിടത്ത് നിന്ന് ഞാൻ അവരെ ഉണർത്തുകയും നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളുടെ തലമേൽ തന്നെ വരുത്തുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും യഹൂദ്യർക്ക് വിറ്റുകളയും. അവർ അവരെ ദൂരത്തുള്ള ജാതിയായ ശബായർക്ക് വിറ്റുകളയും. യഹോവ അത് അരുളി ചെയ്തിരിക്കുന്നു. മീക 5-ാമത്തെ അധ്യായം 7-9 വരെ. മീക 5-ാമത്തെ അധ്യായം 7-9 വാക്യം വരെ. യാക്കോബിൽ ശേഷിപ്പുള്ളവർ പല ജാതികളുടെയും ഇടയിൽ യഹോവയിങ്കൽ നിന്നുള്ള മഞ്ഞു പോലെയും
മനുഷ്യനായി താമസിക്കുകയോ മനുഷ്യപുത്രന്മാർക്കായി കാത്തിരിക്കുകയോ ചെയ്യാതെ പുല്ലിന്മേൽ പെയ്യുന്ന മാരി പോലെ ആകും. യാക്കോബിൽ ശേഷിപ്പുള്ളവർ ജാതികളുടെ ഇടയിൽ അനേക വംശങ്ങളുടെ ഇടയിൽ തന്നെ കാട്ടുമൃഗങ്ങളിൽ ഒരു സിംഹം പോലെയും ആട്ടിൻകൂട്ടങ്ങളിൽ ഒരു ബാലസിംഹം പോലെയും ആകും. അത് അകത്തു കടന്നാൽ ചവിട്ടിക്കടിച്ച് കീറിക്കളയും. വിടുവിപ്പാൻ ആരും ഉണ്ടാകിയില്ല. നിന്റെ കൈ നിന്റെ വഴികൾക്കുമീതെ ഉയർന്നിരിക്കും. നിന്റെ സകല ശത്രുക്കളും ഛേദിക്കപ്പെടും. സോ ഇത്രയും വാക്യങ്ങൾ വായിച്ചപ്പം ദൈവം തൻ്റെ ജനം ഇസ്രായേൽ തമ്മിലുള്ള ബന്ധം, എൻ്റെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരു പണി ചെയ്യാനുണ്ട്. സോ അത് കഴിഞ്ഞിട്ടായിരിക്കും നിന്റെ നിഗളത്തെ, നിന്റെ നിരൂപണത്തെ എനിക്കറിയാം നിന്നോട് എങ്ങനെ പെരുമാറണം. കാരണം ഞാൻ എൻ്റെ തേജസ് ആർക്കും വിട്ടുകൊടുക്കത്തില്ല. വായിച്ച ഈ 13-ാമത്തെ വാക്യം യെശയ്യാ 10:13, 14, 15. ഐസയ 10:13, 14, 15. നിഗളം നിറഞ്ഞ അസൂരി പറയുന്നത്, ഇവന്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്റെ കൈയുടെ ശക്തി കൊണ്ടും എന്റെ ജ്ഞാനം കൊണ്ടും ഞാൻ ഇത് ചെയ്തു. ഞാൻ ബുദ്ധിമാൻ. ഞാൻ ജാതികളുടെ അതിരുകളെ മാറ്റുകയും അവരുടെ ഭണ്ഡാരങ്ങളിൽ കവർന്നു കളയുകയും പരാക്രമിയെ പോലെ സിംഹാസനസ്ഥന്മാരെ താഴ്ത്തുകയും ചെയ്തിരിക്കുന്നു. എന്റെ കൈ ജാതികളുടെ ധനത്തെ ഒരു പക്ഷിക്കൂടിനെ പോലെ എത്തിപ്പിടിച്ചു. ഉപേക്ഷിച്ചു കളഞ്ഞ മുട്ടകളെ ശേഖരിക്കുന്നത് പോലെ ഞാൻ സർവ്വഭൂമിയെയും കൂട്ടിച്ചേർത്തു. ചിറക് അനക്കുകയോ ചുണ്ട് തുറക്കുകയോ ചിലയ്ക്കുകയോ ചെയ്യുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് അവൻ പറയുന്നുവല്ലോ. അവൻ പറയുന്നത് ഓരോ വാക്ക് ശ്രദ്ധിച്ചോ? ദൈവസഭയുടെ വിരോധമായി വരുന്ന വ്യക്തികളും എത്ര കാര്യങ്ങൾ, പദ്ധതികൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ തകർക്കാൻ ശത്രു എത്ര പദ്ധതികൾ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ജീവിതം ഞാൻ ഒരുവന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ. ദൈവാത്മാവിൻ്റെ ശബ്ദം സ്പഷ്ടമായി കേൾക്കാൻ കഴിയുമോ? ഞാൻ എന്തിനാ വ്യാകുലപ്പെടുന്നത്? ഞാൻ എന്തിനാ ഭാരപ്പെടുന്നത്? എന്നെ ഒരുവൻ തെരഞ്ഞെടുത്തതാ. ആ ഒരു ബോധ്യമുണ്ടോ? 15-ാമത്തെ വാക്യത്തിൽ എന്തോ പറയുന്നേ? വെട്ടുന്നവനോട് കോടാലി വമ്പു പറയുമോ? ആ കോടാലി വമ്പ് പറയും. വെട്ടുന്നവനോട് കോടാലി വമ്പ് പറയും. നീ എന്തുവാടാ പറയുന്നത്? നിന്റെ നിരൂപണങ്ങൾ, നിന്റെ ചിന്ത, നിന്റെ പദ്ധതി, നീ ഓർക്കുന്നത് നിന്റെ ബലം കൊണ്ടാണോ ഇതെല്ലാം? നിന്റെ മീതെ ഒരുവനുണ്ട്. അടുത്തത്, വലിക്കുന്നവനോട് ഈർച്ചവാൾ വലിപ്പം കാട്ടുമോ? അതോ പിടിക്കുന്നവനെ വടി പൊക്കുന്നത് പോലെയും മരമല്ലാത്തവനെ കോൽ പൊന്തിക്കുന്നത് പോലെയുമാകുന്നു. അടുത്തത് വായിച്ച് യെശയ്യാവ് 42:8. യെശയ്യാവ് ഐസയ 42:8. ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. ഞാൻ വിട്ടുകൊടുക്കുകയില്ല. ഒന്നുകൂടെ വായിച്ച ആ വേദഭാഗം. ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം. അത് തന്നെ എന്റെ നാമം. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. ഞാൻ വിട്ടുകൊടുക്കുകയില്ല. അസൂരി എന്തുവാ ചിന്തിച്ചേക്കുന്നേ? ഞാൻ എൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഇതിൻ്റെ കൂടെ തന്നെ മത്തായി 5:16 വായിച്ചേ. മാത്യു 5:16. മത്തായി 5:16. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നമ്മളോടും ദൈവം സംസാരിക്കുക. നമ്മളെ ദൈവം കരത്തിൽ എടുത്ത് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാ, നമ്മളെ കാണുന്നവൻ മഹത്വം മുഴുവനും നമ്മുടെ ദൈവത്തിനാ കൊടുക്കേണ്ടത്. നമ്മൾ ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കാത്തോണ്ട്
മഹത്വമെല്ലാം സ്വയത്തിനു വേണ്ടി സ്വീകരിക്കാൻ തുടങ്ങുന്നേ. ദൈവം എന്നെ കരത്തിലെടുത്താന്ന് എപ്പോഴും ഓർത്തോണം. ഞാൻ ഒരുവന്റെ കരങ്ങളല്ല. അവൻ കയ്യിൽ എന്നെ എടുത്തില്ലെങ്കിൽ എന്തോ പ്രയോജനം? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. ദൈവത്തിന് കൊടുക്കേണ്ടിയ മഹത്വം ഞാൻ എനിക്ക് വേണ്ടി എടുക്കുന്നുണ്ടോ? ഞാൻ മനുഷ്യർക്ക് മഹത്വം കൊടുക്കുന്നുണ്ടോ? അതോ സകല മഹത്വം ഞാൻ ദൈവത്തിനാണോ കൊടുക്കുന്നത്? ഇവിടെ നിങ്ങളെന്നറിഞ്ഞ് പറയുക. അതുകൊണ്ട് 16-ാമത്തെ വാക്യം വായിച്ചേ. യെശയ്യാ 10:16, 17, 18, 19 4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അവന്റെ പുഷ്ടന്മാരുടെ ഇടയിൽ ക്ഷയം അയക്കും. അവന്റെ മഹത്വത്തിന് കീഴെ തീ കത്തും പോലെ ഒന്ന് കത്തും. ഇസ്രായേലിന്റെ വെളിച്ചം ഒരു തീയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും. അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായിരിക്കും. കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരയെയും ദഹിപ്പിച്ചു കളയും. ഒറ്റ ദിവസം കൊണ്ടാ ഇവനെ തകർക്കാൻ പോകുന്നത്. അടുത്തത്, അവൻ അവന്റെ കാട്ടിന്റെയും തോട്ടത്തിന്റെയും മഹത്വത്തെ ദേഹവുമായി നശിപ്പിക്കും. അത് ഒരു രോഗി ക്ഷയിച്ചു പോകുന്നത് പോലെ ഇരിക്കും. അവന്റെ കാട്ടിൽ ശേഷിച്ചിരിക്കുന്ന വൃക്ഷങ്ങൾ ചുരുക്കമായിരിക്കും. ഒരു ബാലന് അവയെ എണ്ണി എഴുതാം. ഇനിയും നിന്റെ അകത്ത് നിഗളമുണ്ടല്ലോ. ഒറ്റ ദിവസം കൊണ്ടായിരിക്കും നിന്റെ നിഗളത്തെ ഞാൻ തകർക്കുന്നത്. ശ്രദ്ധിക്കണം. അസൂരി ചിന്തിച്ചത് ബാബിലോണിലേക്ക് അങ്ങ് യെരുശലേമിലേക്ക് അങ്ങ് പോകാം, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് ചെയ്തെടുക്കാം എന്നാ ഇവൻ ചിന്തിക്കുന്നത്. പക്ഷെ ദൈവം അതിനെ അനുവദിക്കത്തില്ലല്ലോ. വായിച്ചേ യെശയ്യാ 37:33 തൊട്ട് 37 വരെ. ഐസയ 37, 33 to 37. 37:33 തൊട്ട്. ആകയാൽ യഹോവ അശൂർ രാജാവിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല. അവൻ ഈ യെരൂശലേം നഗരത്തിലേക്ക് വരികയില്ല. ഒരു അമ്പ് അവിടെ എയ്യുകയുമില്ല. ഒരു അമ്പ് പോലും അതിന്റെ വിരോധം അയക്കാൻ കഴിയത്തില്ല. അതിന്റെ നേരെ പരിചയോടു കൂടെ വരികയില്ല. അതിനെതിരെ വാട കോരുകയുമില്ല. അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും. ഈ നഗരത്തിലേക്ക് വരികയുമില്ല. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ചു രക്ഷിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഈ നഗരത്തെ പാലിച്ചു രക്ഷിക്കുമെന്ന് യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട്. നമ്മുടെ ജീവിതത്തിലും യെരുശലേമിനെ ദൈവം ഇങ്ങനെ പാലിച്ച് അതിനെ സൂക്ഷിച്ചെങ്കിൽ രക്തത്താൽ വീണ്ടെടുത്തതാണോ? ഞാൻ ദൈവത്തിൻ്റെ ആലയമാണോ? എന്നെ കാക്കുമോ? എന്നെ രക്ഷിക്കുമോ? അടുത്തത് അതിന്റെ താഴെ 36. എന്നാൽ ഞാൻ യെരൂശലേമിനെ രക്ഷിക്കും. യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. ഒരു ദൂതൻ ഇറങ്ങി ഇത്ര എണ്ണത്തിനെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. ഒരു ദൂതൻ വന്ന് നിങ്ങളെന്നറിഞ്ഞ് നീ എന്തൊക്കെയാ പറഞ്ഞത്? നീ ഓർത്തത് സമരിയയെ പിടിച്ചെടുത്തു, ഇനി എനിക്ക് യെരൂശലേം വരെ പോവാം, അതിനെ ഞാൻ പിടിച്ചെടുക്കും, കൊള്ളയിടും, എനിക്ക് തോന്നിയതൊക്കെ ഞാൻ ചെയ്യുന്നു പറഞ്ഞതല്ലയോ? ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ് പ്രവാചകൻ പറഞ്ഞ ആ പ്രവചനം ഒറ്റ രാത്രി കൊണ്ട് എത്ര എണ്ണത്തിനെ കൊന്നു.
രാവിലെ എഴുന്നേറ്റപ്പം അസൂരികൾ നോക്കുമ്പോൾ ചുറ്റും എന്താ? ശവമാ. ഒരു ദൂതൻ ഇറങ്ങിയതാ. അടുത്തത് 37-ാമത്തെ വാക്യം. അങ്ങനെ അശൂർ രാജാവായ സൻഹരീബ് ആഹാ, യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി നിനവയിൽ പാർത്തു. അതിന്റെ അടുത്തത്. എന്നാൽ അവൻ തന്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ പുത്രന്മാരായ അദ്രമേലേക്കും ശരേസറും അവനെ വാൾ കൊണ്ട് കൊന്നിട്ട് അരാരാത്ത് ദേശത്തേക്ക് ഓടിപ്പോയി കളഞ്ഞു. അവന്റെ മകനായ ഏസർ ഹദ്ദോൻ അവന് പകരം രാജാവായി തീർന്നു. അസൂരി രാജാവിന്റെ സെൻഖരീബിന്റെ അന്ത്യം നിഗളം നിറഞ്ഞ് പറഞ്ഞത് എന്താ? അതേസമയം യെരുശലേമിനെ ദൈവം കാക്കൂന്ന് പറഞ്ഞിട്ടുണ്ട്. യെരമ്യാവ് 25:9 വായിച്ചേ. ജെറമായ 25:9 8 മുതൽ വായിച്ചാൽ 8-9. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്റെ വചനങ്ങളെ കേൾക്കായ്ക കൊണ്ട് ഞാൻ ആളയച്ച് വടക്കുള്ള സകല വംശങ്ങളെയും എന്റെ ദാസനായി ബാബേൽ രാജാവായ നെബൂഖദ്നേസരിനെയും ഈ ദേശത്തിന്റെ നേരെയും അതിലെ നിവാസികളുടെ നേരെയും ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികളുടെ നേരെയും വരുത്തി അവരെ ഉന്മൂലനാശം ചെയ്ത് സ്തംഭന ഹേതുവും പരിഹാസ വിഷയവും ശാശ്വത ശൂന്യവുമാക്കി തീർക്കും. സോ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് അസൂരികൾ യഹൂദയിൽ വരത്തില്ല. യെരുശലേമിന്റെ വിരോധം അവർക്ക് വരുവാൻ അനുവാദമില്ല. അവൻ എന്തോ നിരൂപിച്ചാലും അവന്റെ പദ്ധതികൾ നടക്കത്തില്ല. എൻ്റെ പദ്ധതിയെ നടക്കുകയുള്ളൂ. പക്ഷേ യഹൂദയുടെ വിരോധം ഞാൻ നെബൂഖദ്നേസറിനെ ആയിരിക്കും കൊണ്ടുവരുന്നത്. നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോവുക. ഈ പ്രവചന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോടും നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുക. സാത്താൻ എത്ര പദ്ധതികൾ ഉണ്ടാക്കിയാലും, ദൈവസഭയുടെ ശത്രുക്കൾ എത്ര പദ്ധതികൾ ഉണ്ടാക്കിയാലും ഞാൻ ഭാരപ്പെടുന്നില്ല. എന്താ? എൻ്റെ കർത്താവ് പരമാധികാരിയാ. എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആർക്കും മാറി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ദൈവസഭയുടെ അംഗമാ. ഞാൻ ദൈവത്തിൻ്റെ ആലയമാ. സാത്താനെ കണ്ട് എന്തിനാ ഭയപ്പെടുന്നേ? എതിർത്ത് നിൽക്കേണ്ടതില്ലയോ? നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാ തുറന്നൊന്ന് കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമോ? തൻ്റെ ജനത്തെക്കുറിച്ച് ദൈവത്തിന് ഇത്ര എരിവുണ്ടെങ്കിൽ, ഇത്രയും കരുതലുണ്ടെങ്കിൽ, നമ്മളെക്കുറിച്ചോ? നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യം, നമ്മുടെ പിതാവിൻ്റെ സന്നിധിയിലിരുന്ന് നമ്മളെ തന്നെ താഴ്ത്തിയാൽ നമ്മുടെ പിതാവ് നമ്മളോട് സംസാരിക്കത്തില്ലയോ? നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നമ്മൾ എന്തിനാ വ്യാകുലപ്പെടുന്നത്? ശത്രുവിനെ കണ്ട് എന്തിനാ ഭാരപ്പെടുന്നത്? ഡോക്ടറിന്റെ റിപ്പോർട്ട് കണ്ട് എന്തിനാ ഇത്രയും വ്യാകുലപ്പെടുന്നത്? ഡോക്ടർ അല്ലല്ലോ നമ്മളെ സൃഷ്ടിച്ചത്. എൻ്റെ സൃഷ്ടിതാവില്ലയോ എൻ്റെ കൂടെ വസിക്കുന്നത്? അപ്രാഗൽഭ്യമുണ്ടോ? ആ ഉറപ്പുണ്ടോ? എന്നെ ഒരുവൻ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനം കേട്ട് നമുക്ക് ബലപ്പെടാം. എൻ്റെ കർത്താവ് ഇന്നും സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്നുണ്ട്. പ്രത്യാശയുള്ളവരായി തീരാം. നമ്മുടെ ഓട്ടം തികയ്ക്കാം. നമ്മുടെ കർത്താവ് വരാറായി. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. നിന്റെ വചന മുഖാന്തരം ഞങ്ങൾ ഓരോരുത്തരോട് നീ സംസാരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരിക്കുന്നു. ഞങ്ങൾ പുറത്തിട്ടുണ്ട്.
നിരാശപ്പെട്ടിട്ടുണ്ട്, ഭാരപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നീ വിശ്വസ്തനായി ഞങ്ങളുടെ കൂടെ പാർത്തേനായി സ്തോത്രം. പിതാവേ, നിന്നിൽ ആശ്രയിച്ച്, നിന്നിൽ ബലപ്പെട്ട് ഞങ്ങളുടെ ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. പ്രത്യാശയുള്ളവരായി ഓരോ ദിവസം മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ശുശ്രൂഷയിലായിരുന്നു. നിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് സഹായിച്ചതിനായി സ്തോത്രം. നിന്റെ യാത്രകളിലും നീ സഹായിച്ചതിനായി സ്തോത്രം. ഈ വരുന്ന ദിവസങ്ങളിലുള്ള ശുശ്രൂഷകളിലും നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. എല്ലാ മാനമഹത്വവും നിനക്കായി അർപ്പിക്കുന്നു. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മായുടെ കൂട്ടായ്മ നമ്മൾ ഓരോരുത്തരുടെ കൂടെ നമ്മുടെ കർത്താവിന്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആഴ്ച നാളെ തൊട്ട് ഫെബ്രുവരി 3ഉം 4ഉം ഗുജറാത്തിൽ വാപ്പി പറഞ്ഞ ദാദർ നഗർ ഹവേലിയുടെ അടുത്ത് സിൽവാസ, എൻ്റെ അടുത്ത. അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി 6ഉം 7ഉം അഹമ്മദാബാദ് ഗുജറാത്തിൽ കൂട്ടായ്മയുണ്ട്. നിങ്ങൾ ഈ കൂട്ടായ്മകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥ.